ഇടാൻ വരുന്ന ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്തവണ എന്തെങ്കിലും ആഗ്രഹം വല്ലതും ഉണ്ടോ? അത് പോകാറുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. TVS വർക്ക് ചെയ്യണം. എന്താണ് പോസ്റ്റ്? എന്താണ്? ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് കൗസല്യ ഫസ്റ്റ് ടൈം. ഇതിനു മുമ്പൊന്നും വന്നിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പരുത്തിക്കുഴി ജംഗ്ഷനിലുള്ള ശ്രീ ബാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പൊങ്കാല വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ആവുന്ന ഒരു മെയിൻ സ്പോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയത്തായിരുന്നു പൊങ്കാല അർപ്പിച്ചത്. പക്ഷേ ഇത്തവണയാണെങ്കിൽ മഴ ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുട്ടത്തറ ശ്രീ ബാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പരുത്തിക്കുഴി ജംഗ്ഷനാണ്. പരുത്തിക്കുഴി ജംഗ്ഷനിൽ ഇന്ന് പൊങ്കാലയോടനുബന്ധിച്ചുള്ള വിശ്വാസമാണ് കേസുകളൊക്കെ കാണുന്നത്. അപ്പോൾ പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പ് കുറച്ച് പേരുള്ളൂ, എല്ലാം കൊണ്ട് ചേർത്തൊരു 100 പേരിനകത്ത് മാത്രമേ ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയുള്ളൂ. നമുക്കിവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സൈഡിലേക്കാണെങ്കിൽ കുറച്ച് അടുപ്പുകൾ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. സാധാരണയായിട്ട് ഇവിടെ എപ്പോഴും വെള്ളപ്പൊക്കമാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ശ്രീ ബാലകൃഷ്ണ സ്വാമി ക്ഷേത്രം പരുത്തിക്കുഴി ജംഗ്ഷനിൽ ഏതാനും മിനിറ്റുകൾക്കകത്ത് തന്നെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുപ്പുകളൊക്കെ ആണെങ്കിൽ കൂട്ടുന്ന വിഷ്വൽസാണ് കേസുകളിപ്പോൾ കാണുന്നത്. ഇവിടെ അടുത്താണ് നമ്മൾ ഭഗവാന് വേണ്ടി ഇടണം പൊങ്കാല. പേര് പറഞ്ഞോ? ചേച്ചി എന്റെ പേര് വിജിത. ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണോ? പറഞ്ഞോ. പേര് ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ്. പേരാണ് വിമല. പേരെങ്ങനെയാണ്? ചിത്ര. അനുഗ്രഹ. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്തവണ എന്തെങ്കിലും ആഗ്രഹം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല. എങ്ങനെ? ശീല. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടാൻ വരുന്നത് ഇവിടെ? എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10ാമത് പൊങ്കാലയ്ക്ക് ഇവിടെ നിറഞ്ഞ ഭയങ്കര മഴയായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു. ഈ പ്രാവശ്യം പൊങ്കാലയ്ക്ക് മഴ തെളി മാറി നിൽക്കുന്നുണ്ട്. എനിക്ക് കുറെ റെസിപ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണല്ലോ. പൂജാ റെസിപ്റ്റുകൾ, പൂജാക്കാർക്ക് റെസിപ്റ്റ് എഴുതി കൊടുക്കണം. പിന്നെ അർച്ചന, വെള്ളാഭിവേദ്യം. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയും കാട്ടി എങ്ങനെയാ പൊതുവെ ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. കുറച്ചുകൂടെ നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയുണ്ടായിരുന്നു, ഇപ്രാവശ്യം അത് ഇന്നലെ പെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ മഴ ഇന്നലെ പെയ്ത്. ഇന്നലത്തെ മഴ ഇന്ന് പെയ്തിരുന്ന ഇവിടെ വെള്ളപ്പൊക്കമായത്. എങ്ങനെയാണ് പേര്? വത്സല. ഇവിടെ
പൊങ്കാല സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ സൈഡിൽ ട്രാഫിക്കും നല്ല രീതിയിൽ ആയിട്ടുമുണ്ട്. നമസ്കാരം. പരുത്തിക്കുടി ശ്രീ ബാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 5 ദിവസമായി നടന്നു വരുന്ന ഉത്സവത്തിൻ്റെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് 10ാം ഉദയമാണ്. 10ാം ഉദയ പൊങ്കാലയാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 4 ദിവസവും വളരെ ഭംഗിയായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത ഉത്സവമായിരുന്നു. 3ാം ദിവസം നടന്ന ആറാട്ട് ഘോഷയാത്രയും വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു. ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് ഉൾപ്പെടെ ഇന്ന് നടക്കുന്ന ഈ പൊങ്കാല മഹോത്സവം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ന് ഈ പൊങ്കാലയും അതേപോലെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയിൽ മഴ വളരെ ഗംഭീരമായിട്ടുള്ള മഴയത്തും പൊങ്കാല അർപ്പിക്കാൻ ഭക്തജനങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ പ്രകൃതി അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. എന്തായാലും ആ പൊങ്കാല വളരെ ഭംഗിയായി നടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നത്തോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ്. ഓക്കെ.